ഹായ്, എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ജീനിയസ് ചാനൽ അധികമൊന്നും കാണാത്തൊരു സാറാണ്. ആൻഡ്രൂ സാർ എന്ന് പറയും. സൈലം മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ വൺ ഓഫ് ദ പില്ലറാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29 വർഷമായിട്ട് ഈ ടീച്ചിങ് ഫീൽഡ് 28 വർഷം ആണ് ടീച്ച് ചെയ്തത്. ഒരു വർഷം ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ആയിരുന്നു, അതായത് ഫസ്റ്റ് തുടങ്ങുന്നത്. ഓക്കെ, ക്ഷമിക്കണം, 29 അല്ല 28 വർഷത്തെ അല്ലെ, അത് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ടീച്ചിങ്ങിന്റെ ആണല്ലോ. അപ്പൊ എനിവേ കുട്ടികളായിട്ട് ഇന്ററാക്ട് തുടങ്ങി 29 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സാറാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ എന്ന് പറയുമ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് സാറേ? തെലങ്കാന, ആന്ധ്ര, തമിഴ്നാട് അല്ലെ, ഇപ്പൊ കേരളം. ഇനി 4 സംസ്ഥാനങ്ങളിലെ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അല്ലെ, അതിൽ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരും അല്ലെ, ഹൈലി കോമ്പറ്റീവ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ അതിൽ പെടും. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള സാറാണ് ആൻഡ്രൂ സാർ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ സൈലത്തിന്റെ കൂടെയുണ്ട്. സൈലത്തിലെ തൃശ്ശൂർ ക്യാമ്പസിലെ ജെയ് മാത്സ് ഫാക്കൽറ്റിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിലേക്ക് നീങ്ങാം. ഹായ് സാർ. അപ്പൊ എന്തായി സൈലത്തിൽ ഇപ്പൊ ഒരു വർഷമായി അല്ലേ വർക്ക് ചെയ്യുന്നത്? അപ്പം സൈലത്തിൽ ഒരു വർഷം വർക്ക് ചെയ്യുന്ന സമയത്ത് സാർ ഇപ്പൊ ബാക്കി 28 വർഷം മറ്റു സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പം ഇവിടെ വന്നിട്ട് നോക്കുന്ന സമയത്ത് സാറ് വരുന്നത് പുതിയൊരു സിസ്റ്റമാണ് അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ അവിടെയൊക്കെ പ്യുവർലി ഓഫ്ലൈൻ ക്ലാസ് ആണ്. അതായത് സാറ് 28 വർഷവും പ്യുവർലി ഓഫ്ലൈൻ ക്ലാസ് പഠിപ്പിച്ച ആളാണ്. ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റം ആണ് സാറ് ഇതാവുന്നത്. അപ്പൊ എന്താണ് ഈ ഹൈബ്രിഡ് സിസ്റ്റം? സ്വാഭാവികമായിട്ടും 28 വർഷം ഓഫ്ലൈൻ ക്ലാസ് മാത്രം പഠിപ്പിച്ച ഒരാൾക്ക് ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ ഡിസ്കംഫർട്ട് ഉണ്ടാവും. ഓക്കെ, അതൊക്കെ ഉണ്ടാവും. നമ്മുടെ സിസ്റ്റത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഡിസ്കംഫർട്ടൊക്കെ സാർ എങ്ങനെ തരണം ചെയ്തു, അതൊക്കെ അതിനെ കുറിച്ച് നമ്മുടെ സിസ്റ്റത്തിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടി പറ്റും? തീർച്ചയായിട്ടും. സാറ് പറഞ്ഞ പോലെ തന്നെ 10-22 വർഷമായിട്ട് ഓഫ്ലൈൻ ക്ലാസ് മാത്രമേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഒരു മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞ വർഷം ഞാൻ പ്രത്യേകിച്ച് റിപ്പീറ്റർ ബാച്ചാണ് എടുത്തത്. അതിൽ എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ഹൈബ്രിഡ് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ അത് എനിക്ക് കൂടുതലായിട്ട് ടീച്ചേഴ്സിന് അത് ബെനിഫിറ്റ് ആണ്. അതിനേക്കാൾ ഉപരി നമ്മുടെ കുഞ്ഞു മക്കൾക്കാണ് കൂടുതലും ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇത് ഒന്നര വിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് ഒരു ദിവസം അവർക്ക് നമ്മൾ ഇന്ന് എടുക്കുന്ന ക്ലാസ് ആണെങ്കിൽ തലേ ദിവസം തന്നെ അവരത് വീഡിയോ ക്ലാസ് കണ്ട് പഠിച്ചിട്ടാണ് നമ്മുടെ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് അവിടെ മറ്റു സ്ഥാപനങ്ങളിൽ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ തലേ ദിവസം അവരത് നോക്കിയിട്ട് വീഡിയോ ക്ലാസ് കണ്ട് ഏകദേശം ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടാണ് അവർ പിറ്റേ ദിവസം വന്ന് ഓഫ്ലൈൻ ക്ലാസ് കാണുന്നത്. അപ്പോൾ തന്നെ നമുക്ക് പഠിപ്പിക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. കുട്ടികൾ ഓൾറെഡി ഒരു ക്ലാരിറ്റിയോടെയാണ് അവർ വരുന്നത്. നമുക്ക് മാക്സിമം അവർക്ക് പറഞ്ഞു കൊടുക്കാനും കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് നമുക്ക് സാധാരണ ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ചാൻസ് ഇല്ല. നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ വെച്ചിട്ട് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നു. അതിലൊരു ക്ലാരിറ്റി വരാനായിട്ടും അത് പഠിക്കാനായിട്ടും ഡൈജസ്റ്റ് ആകാനായിട്ട് ഒരു സമയം കൊടുക്കുന്നില്ല. നമ്മളിപ്പോൾ ഒന്നരാടം വിട്ടത് ഒരു ഗ്യാപ്പ് കൊടുക്കുമ്പോൾ ഒരു വീഡിയോ ക്ലാസ് കാണുന്നു, ആ ചാപ്റ്ററിനെ കുറിച്ച് അവർ തന്നെ ഒന്ന് പഠിക്കുന്നു, നന്നായിട്ട് ആ വീഡിയോ ക്ലാസ് കണ്ട് അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടുന്നു. പിറ്റേ ദിവസം വന്ന് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് കാണുന്നു, അപ്പോൾ ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതവിടെ സാറിനോട് ഡയറക്റ്റായിട്ട് ചോദിച്ചത് ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ ടോട്ടലി അവരൊരു ടീച്ചർ പോലെയായി മാറി ഇൻഡയറക്റ്റ്ലി. ഇപ്പോൾ സാധാരണ ടോപ്പേഴ്സ് ഏത് ഷെഡ്യൂളാണെങ്കിലും കുഴപ്പമില്ല. സാധാരണ ആവറേജ് സ്റ്റുഡൻസ്, ബിലോ ആവറേജ് സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര ബെനിഫിറ്റാണ്. ടോപ്പേഴ്സ് ഇപ്പോൾ എവിടെ വേണമെങ്കിലും ഏത് സിസ്റ്റം ആണെങ്കിലും അഡ്ജസ്റ്റ് ആയി പോകും. അത് ചിലപ്പോൾ നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസും വളരെ കുറവാണ്. അങ്ങനെ ടോപ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷെ നമുക്ക് നമ്മുടെ പ്രത്യേകിച്ച് നമുക്ക് സൈലത്തിലേക്ക് വരുന്ന കുട്ടികൾ ആവറേജ് ബിലോ ആവറേജ് കുട്ടികളാണ്. കൂടുതൽ കുട്ടികളും വരുന്നത് മെജോറിറ്റി അങ്ങനെയുള്ള കുട്ടികളാണ്. ആ കുട്ടികൾക്ക് ഇത് ഏറ്റവും ബെസ്റ്റ് സിസ്റ്റമാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാകാൻ വഴിയില്ല. മറ്റ് എവിടെ പോയി നോക്കിയാലും ഏറ്റവും ബെസ്റ്റ് സിസ്റ്റമാണ്. അത് ഞാൻ കഴിഞ്ഞ വർഷം ഈ അക്കാഡമിക് ഇയർ ഞാനത് അനുഭവിച്ചതാണ്. പല കുട്ടികളും തുടക്കത്തിൽ ഈ പർട്ടിക്കുലർലി നമുക്ക് റിപ്പീറ്റർ ബാച്ചിലൊക്കെ വന്ന കുട്ടികൾ തുടക്കത്തിൽ ഒന്നും അറിയാൻ പാകാത്ത കുട്ടികൾ അവസാനം അവർ 95-96% അവർ ജനുവരി സ്കോറിൽ അവർ മെയിൻസിൽ സ്കോർ ചെയ്യുന്നുള്ളതാണ്. തുടക്കത്തിൽ അവർക്ക് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ആ സിസ്റ്റമായിട്ട് അവർ ആയിക്കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ വേറെ എങ്ങോ പഠിച്ചിട്ട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വിടുന്നതാണ്. അപ്പോൾ അവന് സിസ്റ്റം ആദ്യം ഒരു ബുദ്ധിമുട്ട് വന്നു. പക്ഷേ സിസ്റ്റമായിട്ട് അവന് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊന്നും പിന്നെ സെറ്റായപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു. ആ സിസ്റ്റം ഇഷ്ടപ്പെട്ടതിന് ശേഷം അവനിപ്പോൾ 97% കിടക്കി. അപ്പോൾ ഇനി അടുത്തതിന് അവർ 99-ലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികളുടെ കഥകളുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കാണെങ്കിലും ടീച്ചേഴ്സിനും ഇതൊരു ബെനിഫിറ്റാണ്. കാരണം കുട്ടികളെ നമുക്ക് സ്ട്രെയിൻ ഇല്ല. അവർ ഓൾറെഡി ഒരു അത്യാവശ്യം ഒരു 50-60% അവർ പഠിച്ചിട്ടാണ് ചാപ്റ്ററിൽ. അപ്പോൾ നമുക്ക് പഠിപ്പിക്കാനും അവർക്കത് ഡൈജസ്റ്റ് ആവാനും വളരെ ഈസിയായിട്ട് എനിക്ക് ഫീൽ ആയത്. അടിപൊളി സിസ്റ്റമാണ്. നമ്പർ 1 സിസ്റ്റമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇൻ ഓൾ ഓവർ ഇന്ത്യ. തീർച്ചയായിട്ടും. അപ്പം അതില്
സാറ് പറഞ്ഞ പോലെ തന്നെ സാറിനെ പോലെ ആൾക്കാർ 28 വർഷത്തെ ഒരുപാട് കണ്ടന്റുകൾ സാറ് സ്റ്റോറി വെച്ചിട്ടുണ്ടാവും. അപ്പൊ സാധാരണ പ്യൂർലി ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മൾ ബേസ് മുതലേ പഠിപ്പിച്ചെടുത്ത് മുകളിലോട്ടേക്ക് കൊണ്ടുവരൊക്കെ സമയം നമ്മളെ എല്ലാ സ്റ്റെപ്പും കുട്ടികൾക്ക് അത് കൊടുക്കാൻ വേണ്ടി പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് കുട്ടികളെ ഈ പറഞ്ഞ ബേസും കാര്യങ്ങളൊക്കെ വീഡിയോ കണ്ട് പഠിച്ചു വരുന്നതുകൊണ്ട് സാറിന്റെ കയ്യിലുള്ള ഈ പറഞ്ഞ എക്സ്പീരിയൻസ് കൊണ്ട് നേടിയെടുത്ത സംഭവങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനും എളുപ്പമായിരിക്കും എന്നാണ്. അതിൽ നമ്മൾ പ്രത്യേകിച്ച് കാണേണ്ടതെന്ന് പറഞ്ഞാൽ സാറ് ഇപ്പോഴത്തെ പ്രത്യേക കാര്യമല്ല, നമുക്ക് വന്ന കുട്ടികളൊക്കെ ആവറേജും അതേപോലെ തന്നെ കുട്ടികൾ അവിടെ നിന്നാണ് ഈ റിസൾട്ട് വന്നിരിക്കുന്നത്. 3 വർഷം കൊണ്ട് ഇങ്ങനൊരു റിസൾട്ട്, അത് പ്രത്യേകിച്ച് സാർ തൃശ്ശൂർ സൈരത്തിലാണ്, എനിക്കൊന്ന് തൃശ്ശൂർ സൈരം ഇത് 2ാമത്തെ വർഷമാണ്. നല്ല റിസൾട്ടാണ്. പക്ഷെ നമ്മള് എന്തൊക്കെ പറഞ്ഞാലും നമ്മള് 3 വർഷം തന്നെ കൂട്ടാം. കാരണം നമ്മുടെ സിസ്റ്റം എല്ലാ സ്ഥലത്തും ഒരേപോലെ ആണല്ലോ. കൊടുക്കുന്ന ക്ലാസ്സും കണ്ടന്റും അതോടൊപ്പം തന്നെ DPP ഒക്കെ ഒരേപോലെ ആണല്ലോ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ആവറേജ് കുട്ടികളെ പഠിപ്പിച്ചിട്ടാണ് ഈ പറഞ്ഞ ഈ സിസ്റ്റത്തിലൂടെ പഠിപ്പിച്ചിട്ടാണ് ഈ റിസൾട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് സാർ ഇവിടെ പറയാതെ പറഞ്ഞത് ഞാൻ എക്സസൈസ് ചെയ്യാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ സാറ് പല സ്ഥാപനങ്ങളും തുടക്കവും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ആ സ്ഥാപനങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് പിന്നെ ഒരു 3 വർഷം കൊണ്ട് ബൂം ഉണ്ടാക്കിയ എങ്ങനെ, അല്ലെങ്കിൽ ഇത്രയും ബൂം ഉണ്ടാക്കിയ മറ്റേതെങ്കിലും മറ്റൊരു സ്ഥാപനവും ഇല്ല. കാരണം ഞാനിപ്പോ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല, അത് ആന്ധ്രയിലും തെലങ്കാനയിലൊക്കെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അവിടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഓൾറെഡി 10-15 വർഷമായി കഴിഞ്ഞ ഒരു സ്ഥാപനത്തിലേക്ക് ഞാൻ അവിടെ പോകുന്നു. അപ്പം അന്ന് അവിടെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ആയി. പക്ഷെ നമ്മൾ ആ ഒരു 10-15 വർഷത്തെ കഴിഞ്ഞ് ചെല്ലും പോലുള്ള അവിടുത്തെ മെറ്റീരിയലും അവിടുത്തെ സിസ്റ്റവും ഇവിടെ ഒരു 2-3 വർഷം കഴിഞ്ഞ് കാണുന്ന ഒരു മെറ്റീരിയലും അതിന്റെ സിസ്റ്റമായിട്ട് നോക്കുമ്പോൾ ഭയങ്കര വേരിയേഷൻ ആണ്. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നത് മെറ്റീരിയലിന്റെ കാര്യത്തിൽ DPP നമ്മുടെ അടിപൊളി മെറ്റീരിയലാണ്. കാരണം അത് ഒരു CBSE ലെവൽ മുതൽ IIT അഡ്വാൻസ് ആണല്ലോ നമുക്ക് ഏറ്റവും ടോപ്പ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഇൻ ഇന്ത്യ ഉള്ളൂ. അപ്പോൾ CBSE ക്വസ്റ്റ്യൻസ് മുതൽ IIT അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻസ് വരെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തു. അത് ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിലോ എല്ലാ ചാപ്റ്ററിലും ത്രൂ ഔട്ട് ദ ചാപ്റ്റർ എല്ലാ ചാപ്റ്ററിലും ഈ ടോപ്പ് ടു ബോട്ടം എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരു വലിയൊരു വർക്കാണ്. ഈ ഇത്രയും ഒരു 2-3 വർഷം കൊണ്ട്, ഈ ഒരു 3 വർഷം കൊണ്ട് ഇങ്ങനത്തെ ഒരു അടിപൊളി അഥവാ ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ എങ്ങനെ തയ്യാർ ചെയ്യുന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം അവിടെയൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഓരോ വർഷവും അല്പം ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ആ ഒരു ഒരു മെറ്റീരിയൽ സെറ്റാക്കാൻ വേണ്ടി വർഷങ്ങളെടുത്തു. അത് ഒരുപാട് സ്റ്റാഫ് 10-50-100 സ്റ്റാഫിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് 10-15 വർഷം കൊണ്ടാണ് അവർ ഒരു മെറ്റീരിയലൊക്കെ സെറ്റ് ചെയ്തത്. പക്ഷേ ഇത് വിത്തിൻ ഷോർട്ട് ടൈമിൽ കൊണ്ട് തന്നെ അടിപൊളി മെറ്റീരിയൽ തയ്യാർ ചെയ്യുന്നത് വേണം എനിക്ക് പറയാൻ. അത് പഠിപ്പിക്കുമ്പോൾ ആ വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. ആ മെറ്റീരിയൽ പഠിപ്പിച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും പഠിപ്പിക്കണം. അപ്പോൾ നമ്മൾ അഡീഷണലായിട്ട് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഒരു അഡീഷണലായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ സെലക്ഷൻ അവിടെ നടന്നിരിക്കുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴും നമ്മുടെ ഐഡിയാസും കൊടുക്കാനുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. എല്ലാ മോഡലും ഇപ്പോൾ ഒരു ചാപ്റ്റർ പ്രത്യേകം ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് JEE മെയിൻസ് അല്ലെങ്കിൽ കീം അല്ലെങ്കിൽ അഡ്വാൻസ് അല്ലെങ്കിൽ ബോർഡിലൊക്കെ വരാൻ സാധ്യതയുള്ള എല്ലാ മോഡലും കവർ ചെയ്തുകൊണ്ട് ടോപ്പ് ടു ബോട്ടം അറേഞ്ച്മെന്റിലാണ് ക്വസ്റ്റ്യൻ പോയേക്കുന്നത്. അതില്ല എന്ന് പറയാനൊന്നുമില്ല. ഏകദേശം എല്ലാ മോഡലും എല്ലാ കൺസെപ്റ്റും എല്ലാം കവർ ചെയ്തു, മോഡലെല്ലാം കവർ ചെയ്തുകൊണ്ടാണ് പോയേക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് വൈസ് ആണെങ്കിലും ക്വസ്റ്റ്യൻ സെലക്ഷൻ വൈസ് അടിപൊളിയാണ്. ഇതിന് ഭയങ്കര നമുക്ക് മാനേജ്മെന്റിനും അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റ് മറ്റു അവർ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻ വേണം. അവർക്ക് പ്രത്യേകിച്ച് അവരുടെ ആ വർക്കിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അടിപൊളിയാണ്, ഡൗട്ടില്ല റിഗാർഡിങ് മെറ്റീരിയൽ DPP. പിന്നെ അവർ ടെസ്റ്റിംഗ് പാറ്റേണിന്റെ കാര്യം പറയണം. ടെസ്റ്റിംഗ് ഒരു GIB പോലെ ടെസ്റ്റൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഈ സ്ഥാപനത്തിൽ മാത്രം. അതിന് മുമ്പ് വർക്ക് ചെയ്യുന്നത് GIB പോലെ ടെസ്റ്റ് ഒന്നും ഇല്ല. അവർക്ക് കോമൺ ആയിട്ട് ടെസ്റ്റ് ഉണ്ടെങ്കിലും GIB പോലെ ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള അടിപൊളി ഒരു ടെസ്റ്റ് ഉണ്ട്. അത് കുട്ടികൾക്ക് വളരെ ഫൈനൽ എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു ബൂസ്റ്റപ്പാണ്. അതുകൂടാണ്ട് നമുക്ക് വീക്കിലി മറ്റ് എക്സാംസ് ഉണ്ട്. ഓരോ എക്സാം കഴിയുമ്പോഴും ഞാൻ മനസ്സിലാക്കിയത് ഉടനെ സൊല്യൂഷൻസ് കൊടുക്കുന്നു, കുട്ടികൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. മിസ്റ്റേക്ക് ഉടനെ നമുക്ക് ഹോസ്റ്റലിൽ പോയി കഴിയുമ്പോൾ പിറ്റേ ദിവസം വരുമ്പോൾ ഉടനെ അവർ കുട്ടികൾ ചോദിക്കുന്നു. അതൊക്കെ നമുക്ക് ഭയങ്കര മറ്റു സ്ഥാപനങ്ങളില്ലാത്തൊരു ഇതാണ്, ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. അതിന് നമ്മൾ ആ സൊല്യൂഷൻ കൊടുക്കുന്നതുകൊണ്ടാണ്. പല സ്ഥാപനങ്ങളും ഞാൻ ഇന്ന് വർക്ക് ചെയ്ത സ്ഥാപനങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കാറില്ല. പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ സമയം ഉണ്ടായില്ല. അപ്പോൾ പല ക്വസ്റ്റ്യൻസും അങ്ങനെ പെൻഡിങ് ആയിട്ട് എടുക്കും. ഇവിടെ അങ്ങനെ പെൻഡിങ് വരുന്നില്ല. അപ് ടു ഡേറ്റ് ഓരോ ആഴ്ചയിലും വേണ്ട കാര്യങ്ങൾ നമ്മൾ എക്സാമിനേഷനായിട്ട് ചോദിക്കുന്നു. അതിൽ വരുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതപ്പോൾ തന്നെ അവർ റെക്ടിഫൈ ചെയ്തുകൊണ്ട് പോകുന്നു. അതായിരിക്കണം ബെസ്റ്റ് റിസൾട്ട് വരാനുള്ള ഒരു 1 of the point. കാരണം അവർക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും.
അവരുടെ മിസ്റ്റേക്ക് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ മിസ്റ്റേക്കിൽ നിന്നാണല്ലോ പഠിക്കുന്നത്. എന്ത് പഠിക്കുന്നതും ത്രൂ ബൈ മിസ്റ്റേക്കാണ്. അപ്പോൾ കുട്ടികൾക്ക് വരുന്ന എക്സാമിനേഷൻ വരുന്ന മിസ്റ്റേക്ക് അത് റെക്ടിഫൈ ചെയ്യാനുള്ള സമയമുണ്ട്, അത് റെക്ടിഫൈ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റാഫുണ്ട്, മെറ്റീരിയൽ എല്ലാം ഉണ്ട്. അതാണ് എനിക്ക് വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് സൈലത്തിൽ. അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ സാർ. ബാക്കി തൃശ്ശൂർ ബ്രാഞ്ചിനെ കുറിച്ച് സാറ് ചോദിച്ചുകൊണ്ട് നമ്മൾ തൃശ്ശൂർ ബ്രാഞ്ചിൽ നമ്മൾ ദിനേശ് സാറാണ് അവിടുത്തെ നമ്മുടെ ഇൻചാർജ്. സാറിൻ്റെ കോർഡിനേഷനിൽ അടിപൊളിയായിട്ട് അവിടെ വർക്ക് നടക്കുന്നുണ്ട്. കാരണം സാറും ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത സ്ഥാപനങ്ങളുമായിട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കീ പേഴ്സൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു ബ്രാഞ്ചിൻ്റെയും ഏതൊരു സ്ഥാപനത്തിൻ്റെയും. അവിടെ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൻ്റെ ഒരു ആ കീ പോയിന്റ് എന്ന് പറയുന്നത് പുള്ളിയുടെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം നിങ്ങൾക്ക് ദിനേശ് സാറല്ലേ കാണാൻ പറ്റിയത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി ഉണ്ട്. ഭയങ്കര സാറിന് കൊടുക്കുകയുണ്ട് അല്ലേ? അടിപൊളിയാണ് സാറിൻ്റെ ഒരു എനർജി ലെവൽ. ഒന്നിലും ഒരു ഈഗോ ഇല്ല. സാറിന് നല്ല എനർജി ലെവലാണ്. A to Z എല്ലാം സാറ് ശ്രദ്ധിക്കും. സാറിൻ്റെ സ്ട്രൈറ്റ് ആണ്. എന്തുകൊണ്ടെങ്കിലും നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും സാറിന് അപ്രോച്ച് ചെയ്യാം, പോസിറ്റീവായിട്ട് എടുക്കും. ഒരിക്കലും സാറ് നെഗറ്റീവായിട്ട് എടുക്കില്ല. നമുക്കൊരു മീറ്റിംഗ് ആണെങ്കിൽ എന്താണെങ്കിലും എല്ലാം പെർഫെക്റ്റായിട്ട് സാറ് ചെയ്യും. സാറിൻ്റെ പാർട്ട് സാറ് 100% പെർഫെക്റ്റായിട്ട് ചെയ്യും. അത് സാറിൻ്റെ വർക്ക് അങ്ങോട്ട് എല്ലാവരും ഏൽപ്പിക്കുന്നത് സാറിൻ്റെ വർക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യും. ഇത് കണ്ടുകൊണ്ട് മറ്റു എല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് അവർ വർക്ക് ചെയ്തു. ഹാർഡ് വർക്കറാണ്, നമ്പർ 1 ഹാർഡ് വർക്കർ. അറ്റ് ദ സെയിം ടൈം A to Z എല്ലാം ഒബ്സർവ് ചെയ്യാനുള്ള കഴിവും IQ ലെവലും എല്ലാം സാറിനുണ്ട്. എനിക്ക് തോന്നുന്നത് സാർ നമ്പർ 1 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ വളരെ തീർച്ചയായിട്ടും. യെസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ FTPക്ക് സാർ വന്ന സമയത്ത് സാറിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കുട്ടിയോടത്ത് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുമെന്ന് ചോദിച്ച് സാറെ സമീപിച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കരുതി സാറിനോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അധികം എനിക്ക് മിനിമം ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കേണ്ടി വന്നിട്ടുള്ളൂ. സാറെ ഉള്ളെന്ന് വരുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഒഴുക്ക് പോലെ സാറ് നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിവേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണാം നമുക്ക്. ഇനിയും നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് മറ്റ് ബ്രാഞ്ചുകളിലുണ്ട്, അവരൊക്കെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ. അപ്പോൾ വീണ്ടും കാണാം. സോ ബൈ. താങ്ക് യു സർ.